എനിക്കന്ന് കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നാലും അന്ന് ഇച്ചിരി പ്രശ്നമായിരുന്നു. വീട്ടിൽ മ്യൂസിക് സംഗീത കുടുംബം എന്ന് പറയത്തില്ല, അതിനകത്ത് നിൽക്കുന്നു. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മ്യൂസിക് റിലേറ്റഡ് ഉള്ള ആൾക്കാർ. എനിക്ക് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി, ഇപ്പൊ ഒന്ന് റിക്കവറായി ജസ്റ്റ് എന്റെ പരിപാടികളൊക്കെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കില് നമുക്ക് ഒത്തിരി സ്വപ്നങ്ങള് ഉണ്ടല്ലോ. ഇങ്ങനെ കാരണം നോർമലി ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തന്നെ കുറച്ച് ഫിലിം സോങ്സ് വായിക്കുക, അങ്ങനെ ഷൈൻ ചെയ്യാന്നൊക്കെ അങ്ങനെ ആയിരിക്കും നമ്മുടെയൊക്കെ ഒരു നോർമലി ഉണ്ടാവുന്നത്. പക്ഷെ ഇത് ബേസ് ഉറപ്പിക്കുക, എന്നിട്ട് മാത്രം അങ്ങനെ ചെയ്യുക, അതൊരു ക്ഷമ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. റീസെന്റ് നമ്മൾ ബാലിച്ചേട്ടനെ ഒരു ചാനലിൽ കണ്ടായിരുന്നു, അമൃത ടിവിയിൽ. അടിപൊളി പെർഫോമൻസ്. വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. താങ്ക് യു. ഒരു എന്താ പറയുക, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റി. എന്റെ ചേട്ടന്റെ പേര് നന്ദഗോപാലനാണ്, നന്ദു എന്ന് വിളിക്കും. ആ സമയത്ത് എന്നെ ചന്തു എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, നന്ദും ചന്തു. ചിലപ്പോ ചന്ദഗോപാൽ പറ്റാത്തോണ്ടായ പറയാൻ പറ്റില്ല. ഹായ് ഹലോ, വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് മ്യൂസിക്കൽ ടോക്ക് വിത്ത് MK. നമ്മുടെ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഐ എം സോ ഹാപ്പി ടു വെൽക്കം യു ബാലിച്ചേട്ട, ബാലഗോപാൽ. വെൽക്കം ടു ദ ഷോ. സോ ബാലിച്ചേട്ടാ, ഒത്തിരി സന്തോഷമുണ്ട് ബാലിച്ചേട്ടനെ നമുക്കിന്ന് നമ്മുടെ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നമുക്ക് എല്ലാ എപ്പിസോഡിലും ഒരു നല്ലൊരു മ്യൂസിഷ്യനെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ബാലിച്ചേട്ടനെ തന്നെ കണ്ടു ഒരുപാട് സന്തോഷം. അതെ അതെ അതെ. ബാലിച്ചേട്ടൻ ആള് ഫേമസ് ആയിട്ടുള്ളൊരു വയലിനിസ്റ്റ് ആണ്. ഞാൻ ബാലിച്ചേട്ടനെ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ വയലിനിസ്റ്റായ ബാലഭാസ്കറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പകരക്കാരനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ ഓർമ്മ നിലനിർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ബാൻഡിലേക്ക് വയലിനിസ്റ്റായിട്ട് വന്ന ആളാണ് ബാലിച്ചേട്ടൻ. അങ്ങനെയാണ് ഞാൻ ബാലിച്ചേട്ടനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു, നമ്മൾ വളരെ ഫെമിലിയറായി. പിന്നെ ഞാൻ ബാലിച്ചേട്ടനെ പറ്റി അടുത്തറിയുന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള വിശാൽ വഴിയാണ്. വിശാലിനെ പരിചയപ്പെട്ട ഫസ്റ്റ് ഡേ തന്നെ വിശാൽ പറയുന്നത് ഞാൻ ബാലിച്ചേട്ടൻ്റെ ഫ്രണ്ടാണ്, ബാലിച്ചേട്ടൻ്റെ റൂംമേറ്റാണ്. അപ്പം പിന്നെ നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും ബാലിച്ചേട്ടൻ നമ്മുടെ ഒരു എന്നാ പറയുന്ന നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളായി മാറി. അപ്പോൾ ബാലിച്ചേട്ടാ, ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലേ, ആദ്യം തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ സമാധാനമായിട്ടിരിക്കുന്ന ടൈമാണ്, ഓഫ് സീസൺ. അങ്ങനത്തെ അതുകൊണ്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ അതിനെ പറ്റി ചോദിക്കണോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി, ഇപ്പൊ ഒന്ന് റിക്കവറായി ജസ്റ്റ് എന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകും. ഇപ്പൊ ഹെൽത്തി ആയി, ഓൾമോസ്റ്റ് 70-75% ഒക്കെ ആണ്. സന്തോഷം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ബാലിച്ചേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ജേണിയെ പറ്റി ഒന്ന് ചോദിച്ചറിയാം അല്ലേ. അപ്പം എങ്ങനെയായിരുന്നു ബാലിച്ചേട്ടൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അല്ലെങ്കിൽ എന്തായിരുന്നു ചേട്ടൻ്റെ ഇൻസ്പിറേഷൻ? അല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇൻസ്പയർഡ് ആയിട്ടല്ല സത്യം പറഞ്ഞാൽ. ഞാൻ പഠിച്ചത് അച്ഛൻ മ്യൂസിക് ടീച്ചറാണ്, മ്യൂസീഷ്യനാണ്, കർണാട്ടിക് ഒരു പെർക്കഷനിസ്റ്റാണ്, മൃദംഗം, ഘടം, അങ്ങനത്തെ കുറച്ച് എത്തനിക് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന എൻ്റെ ചേട്ടൻ ഓൾസോ. അപ്പോൾ ചേട്ടൻ്റെ പേര്? ചേട്ടൻ നന്ദഗോപാൽ. അച്ഛൻ രാജുമാധവൻ എന്ന് പറയും. ചേട്ടനും മൃദംഗം, ഘടം. അച്ഛൻ ആദ്യം അച്ഛൻ്റെതായിട്ടുള്ള രീതിയിലുള്ളത് പഠിപ്പിച്ചു, ഒരു പെർക്കഷൻ റിതമിക്കായിട്ടുള്ളത്. പിന്നെ എനിക്കൊരു 5-6 വയസ്സൊക്കെ ആയപ്പോൾ എനിക്കെന്തോ ടച്ചൊക്കെ തോന്നി, എന്തൊക്കെ മ്യൂസിക് പാടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് മ്യൂസീഷ്യൻസ് ഒക്കെ വീട്ടിൽ വരും. അപ്പോൾ എനിക്കന്ന് കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. എന്നാലും അന്ന് ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് വായിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം വയലിനിസ്റ്റാണ്. അപ്പോൾ ചേട്ടൻ അച്ഛൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് നാട്ടിൽ കൊല്ലത്ത് വന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വയലിനെടുത്ത് വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെടുത്ത് എനിക്ക് ആദ്യമായിട്ട് കയ്യിൽ വയലിനെടുത്ത് വെച്ച് തരുന്നത് എനിക്ക് ഓർമ്മയുണ്ടത് 6-ാമത്തെ 7-ാമത്തെ വയസ്സിൽ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ വോക്കലാണ്
സത്യം പറഞ്ഞാൽ അടിച്ചു പിടിപ്പിച്ചാണ്, നിർബന്ധിച്ച്. അച്ഛൻ മ്യൂസീഷ്യൻ ആയതുകൊണ്ട് ഞാൻ മ്യൂസീഷ്യനായി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാറ്റടിച്ചായതാണ്. വീട്ടില് മ്യൂസിക് സംഗീത കുടുംബം എന്ന് പറയത്തില്ല, അതിനകത്ത് നിൽക്കുന്നു. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ മ്യൂസിക് റിലേറ്റഡ് ഉള്ള ആൾക്കാർ കേൾക്കുന്നു. പിന്നെ എന്നെ കൊണ്ട് അടിച്ച് പഠിപ്പിക്കും. എൻ്റെ സാറിൻ്റെ അടുത്തൊക്കെ എന്നെ മറ്റേ എല്ലാ ട്യൂഷനൊക്കെ കൊണ്ടുപോകുന്ന കണക്കാ. അല്ലാതെ സ്കൂളിൽ നിന്നൊക്കെ അല്ലാതെ ട്യൂഷനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പേടിച്ച് കരഞ്ഞു പോകത്തില്ല. അത് കണക്ക് തന്നെയാണ് ഞാൻ കൊണ്ടുവരുന്നത് വർഷങ്ങൾ. ഇത് കേട്ട് 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 രജിസ്റ്ററായി. പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു അങ്ങനെ ആയിപ്പോയതാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെയാണ് എനിക്ക് തൊര വന്നത് മ്യൂസിക്. ഞാനൊരു മ്യൂസീഷ്യനായി എന്ന് എനിക്ക് തോന്നിയത് എപ്പോഴൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ പഠിക്കണമെന്ന് പിന്നെയാണ് തോന്നിയത്. ബോധമൊക്കെ വെച്ച് കോളേജിൽ വന്നതിന് ശേഷം ഒന്നും വേണേ പറയാക്കത്തുള്ളൂ. അത്രയായി. അതുവരെ പഠിപ്പിച്ചു, അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പാടി കേൾപ്പിക്കണം, അതുകൊണ്ട് കുറച്ചെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ പേടിച്ച് പഠിച്ചു. സത്യം പറഞ്ഞ അതാണ്. പക്ഷെ അത് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഫുൾ എവിടെയാണെങ്കിലും എന്നെ കൊണ്ടിടുന്ന ഒരു മ്യൂസീഷ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ ഒരു സർക്കിളിലായിരിക്കും. അച്ഛനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് പഠിച്ചുപോയി. ബാലുചേട്ടൻ മ്യൂസിക് കോളേജിലല്ലേ മ്യൂസിക് പഠിച്ചത്? അതിന് മുമ്പ് ഓൾറെഡി പഠിച്ചു? പഠിച്ചിട്ട് മ്യൂസിക് കോളേജ്. ഓക്കെ. മ്യൂസിക് കോളേജിലെ കുറച്ച് മെമ്മറീസ് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാമോ? പിന്നെന്താ, മ്യൂസിക് കോളേജിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് നേരത്തെ അറിയായിരുന്നു. കാരണം എൻ്റെ ചേട്ടൻ പഠിച്ചത് മ്യൂസിക് കോളേജിലാണ്. ഞാൻ ട്രിവാൻഡ്രം ഗവൺമെൻറ് മ്യൂസിക് കോളേജിലും ചേട്ടൻ എറണാകുളത്ത് RLVയിലുമാണ്. അപ്പോൾ ചേട്ടൻ എറണാകുളത്തായതിൻ്റെ അടുത്ത് ഞാൻ തിരുവനന്തപുരത്തോട്ട് പോകാന്നുള്ള പ്ലാനിങ് എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ്, ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ജയിച്ചാലും തോറ്റാലും എനിക്ക് പോകണം. അങ്ങനെ ട്രിവാൻഡ്രത്ത് ചെന്നു, അവിടെ കയറി. അതിനു മുമ്പ് ഞാൻ ഒരു കർണാട്ടിക് മ്യൂസീഷ്യനാണ്. ഞാൻ അതിനു മുമ്പ് വോക്കൽ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് കച്ചേരി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വയലിൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ വയലിനിസ്റ്റ് ആവുമെന്ന്. പാട്ടാണ് ഞാൻ കച്ചേരിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മ്യൂസിക് കോളേജിൽ പോയി വയലിൻ മെയിൻ എടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ വയലിൻ ഫസ്റ്റ് ഇയറൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഭയങ്കര നമ്മൾ ചൂട് കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് പഠിച്ച് പിന്നെ വോക്കൽ പയ്യെ അങ്ങ് മറന്നുപോയി, മാറ്റി വെച്ച്. പിന്നെ വയലിനായി. കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം സാർമാർ, പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് 2-3 പേരുണ്ടായിരുന്നു. മെയിൻ ജസ്റ്റിൻ, ആൽവിൻ, ഞങ്ങൾ ഒരു ക്ലാസ് ആയിരുന്നു. ഞാൻ, ആൽവിൻ, പിന്നെ വിശാൽ ഉണ്ടായിരുന്നു. വിശാൽ തൊട്ട് ജൂനിയർ ആയിട്ട് വന്നതാണ്. ഫസ്റ്റ് ഇയർ അങ്ങനെയൊക്കെ അങ്ങ് പോയി. നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബേസിക്സ് കാര്യങ്ങളൊക്കെ ആണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഫീൽ ചെയ്ത് വന്നിട്ടില്ലായിരുന്നു. കാരണം കോളേജാണ്. ഞാൻ കൊല്ലത്തുനിന്ന് മറ്റേ വെറും അമ്പിയില്ലേ, ആ പരിപാടിയായിരുന്നു. മുണ്ടൊക്കെ എടുത്ത് ജുബയൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മാറി പുറത്തുള്ള മ്യൂസീഷ്യൻസിന്റെ ഷോസും കാര്യങ്ങളൊക്കെ അവിടെ ട്രിവാൻഡ്രത്ത് ആ സമയത്തൊക്കെ എപ്പോഴും പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ. പുറത്തോട്ട് ഇറങ്ങിയാലേ പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും. പിന്നെ ബാലുച്ചേട്ടൻ തൊട്ടടുത്താണ്. അങ്ങനെ ബാലുച്ചേട്ടന്റെ മ്യൂസിക്കൊക്കെ ആ സമയത്താണ് കൂടുതൽ കേട്ടോണ്ടിരുന്നത്. ബാലുച്ചേട്ടൻ ലൈഫിൽ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടല്ലേ? ലൈഫിൽ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കില് നമുക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടല്ലോ. ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. കൊട്ടാരക്കര അമ്പലത്തിൽ ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട് അവിടെയാണ്. അങ്ങനെ ഉത്സവമൊക്കെ ആയിട്ട് പോയത്. അവിടെ ഇപ്പോൾ ബാലുച്ചേട്ടൻ്റെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാലുച്ചേട്ടൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്തൊക്കെയോ ഓഡിയൻസായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴോ ചെന്ന് ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒന്ന് കൂടെ വായിച്ചോട്ടെ, ഞാൻ ഇതിനകത്ത് വായിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. അന്ന് സരിഗമ തികച്ചു വായിക്കാറുണ്ട് ആ സമയത്ത്. ചോദിക്കാനുള്ള കോൺഫിഡൻസ് കാണിച്ചില്ല. എങ്ങനെയോ കാണിച്ചു. ചേട്ടൻ പറഞ്ഞു പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട്. അന്ന് ആരെ അറിഞ്ഞൂടാ. അന്നാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ ബാലുച്ചേട്ടനെ കാണുന്നതും ടീമിനെ കാണുന്നത്. അന്ന് തൊട്ട് എവിടെയൊക്കെ ആ ഒരു കൊല്ലം സൈഡിലൊക്കെ നമുക്ക് പോകുന്നതിനൊരു പരിധി ഉണ്ടല്ലോ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് അങ്ങനെ കാണുമായിരുന്നു. അങ്ങനെ കുറച്ച് ബാൻഡ്മേറ്റ്സിനെയൊക്കെ, ചേട്ടൻ്റെ ബാൻഡ്മേറ്റ്സിനെയൊക്കെ എനിക്ക് കുറച്ച് അങ്ങനെ കണ്ടും കേട്ടും ഒക്കെ ദൂരെ നിന്നൊക്കെ കണ്ടും പിന്നെ ഇങ്ങനെ പുറകെ നടന്നൊക്കെ കുറച്ച് പരിചയമായി. പിന്നെ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ അത് വെച്ചിട്ട് അവരെ കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ കൂടെ ഉള്ളവരെയൊക്കെ മുട്ടിയാൽ ബാലുച്ചേട്ടനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ. ഇതൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ്. നമ്മള് അതായത് കൂടെ വായിക്കാനൊരു അവസരം
ചോദിച്ച ആള് പിന്നെ ആ ബാൻഡ് മെയ്റ്റ്സിന്റെ കൂടെ അവരിൽ ഒരാളായിട്ട് അതിലെ വയലിനിസ്റ്റ് ആയിട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സക്സസ് സ്റ്റോറി തന്നെയാണ്. അത് ശരിക്കും ഒന്നും പറയാൻ പറ്റില്ല. എന്റെ സക്സസ് അല്ലല്ലോ ബാലിച്ചേട്ട അങ്ങനെ പോയതിന്. അല്ല പക്ഷെ ഒരു എന്താ പറയാ, ഒരു കുറവ് നികത്താൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ മറ്റൊരാളെ ചൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ താങ്കളെ തന്നെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് താങ്കളുടെ ഒരു വലിയ സക്സസ് ആണ്. മ്യൂസിക് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, എന്നാലും കമ്പനി ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ബാലിച്ചേട്ടനോട്ട് ഞാൻ അങ്ങനെ വലിയ കമ്പനി ഇതല്ലായിരുന്നു. നമ്മള് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമ്മള് റെസ്പെക്ട് കൊടുത്ത് നിൽക്കുന്ന ഒരു ഇത് തന്നെയായിരുന്നു. പിന്നെ ചിലപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കൂടെ പാച്ചുചേട്ടൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ട് കൂടെ പോവും. എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വയലിനൊക്കെ നമുക്ക് കയ്യിൽ തരും. അങ്ങനെ വേറെ പുറത്തൊന്നും കൊടുക്കൂല. വലിച്ചോണ്ട ഡബിൾ കേസ് ഒക്കെ ഉണ്ട് 2 വയലിനൊക്കെ വെച്ചിരിക്കുന്നത്. അതൊക്കെ വെച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും. സൗണ്ട് ചെക്ക് സമയത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുമ്പോൾ നമ്മൾ തന്നെ കീപ്പ് ചെയ്ത് അത് അപ്പോഴൊക്കെ ഭയങ്കര ഒരു ഇതാണൊക്കെ തോന്നണം, എനിക്ക് വാങ്ങിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു. പിന്നെ കോളേജ് സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് പയ്യെ കർണാട്ടിക് ഒരു ചാഞ്ചാട്ടം വന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. പുറത്തെ പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ കണ്ട് അതിന് മുന്നേ ഫുള്ളി കർണാട്ടിക്കാണ് കേൾക്കുന്നതെല്ലാം. ഫുൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഫുൾ കൊല്ലം, ഞാൻ പഠിച്ച സ്ഥലത്തെല്ലാം ഞാൻ കേൾക്കുന്നതെല്ലാം. സ്കൂളിൽ പോകുമ്പോൾ പോലും എനിക്ക് എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറയുമ്പോൾ എനിക്ക് വർണ്ണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളു. സിനിമ പാട്ട് അറിഞ്ഞൂടാ. ഞാൻ മ്യൂസിക് കോളേജിൽ വന്നിട്ട് ഫസ്റ്റ് ഫ്രഷേഴ്സ് ഡേ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഫിലിം സോങ് പഠിച്ച് വീട്ടിൽ ഇരുന്ന് രാത്രി കുത്തിയിരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ കോളേജിൽ വായിക്കുന്നത്. ഫ്രഷേഴ്സ് ഡേ സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ കാറുമുകിൽ പറഞ്ഞ എൻ്റെ ആ സോങ് ഒക്കെ എടുത്ത് വെച്ച് പഠിച്ചിട്ടാണ് ഞാൻ കോളേജ്. സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ട് എൻ്റെ കൂടെ വായിക്കാനൊക്കെ പഠിച്ച് കർണാട്ടിക്കൊക്കെ ഒന്ന്. പക്ഷെ അതൊരു വലിയ ക്വാളിറ്റിയാണ്. കാരണം നോർമലി ഈ ഒരു ഫീൽഡിലോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം തന്നെ കുറച്ച് ഫിലിം സോങ്സ് വായിക്കുക, അങ്ങനെ ഷൈൻ ചെയ്യാന്നൊക്കെ അങ്ങനെ ആയിരിക്കും നമ്മുടെയൊക്കെ ഒരു നോർമലി ഉണ്ടാവുന്നത്. പക്ഷെ ഇത് ബേസ് ഉറപ്പിക്കുക എന്നിട്ട് മാത്രം അങ്ങനെ ചെയ്യാ, അതിനൊരു ക്ഷമ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ അറിയാതെ ആണെങ്കിൽ പോലും അത് ഭയങ്കര ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ്. ഫിലിം സോങ് അറിഞ്ഞുകൂടാത്തോണ്ടാ. ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ആഗ്രഹം പോലും വരുന്നത്. ഇതിനപ്പുറത്ത് വേറൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞോട് സത്യം പറഞ്ഞാൽ അറിയുന്നത് ഇങ്ങനെ ബാൻഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺസെപ്റ്റ്. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു സമയം കൊണ്ട് കർണാട്ടിക്കിലുള്ള ഒരു ബേസ് ഉറപ്പിച്ചതാണ് ഒരു പക്ഷേ ചേട്ടൻ്റെ ഒരു സക്സസിന്റെ മറ്റൊരു റീസൺ എന്ന് വേണമെങ്കിൽ പറയാം. ഉറപ്പായിട്ടും. കാരണം ആ ഒരു ബേസിലാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. അല്ലാതെ അതിനുശേഷം പ്രത്യേകിച്ച് ഞാനായിട്ട് ചെയ്ത ടൈമൊക്കെ കുറവാണ് അന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നെ അടിച്ചു പഠിപ്പിച്ച സാറന്മാർക്കും ഒക്കെ ഭയങ്കര താങ്ക്സ്. അതേ പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആയിട്ടുള്ള ആഗ്രഹം കൊണ്ട് വർക്ക് ചെയ്യാൻ നോക്കിയ സമയത്തൊക്കെ നമുക്ക് അതിന് പറ്റിയിട്ടില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് സാറുമാരൊക്കെ അടിച്ച് പഠിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ കയറി. അതില്ലെങ്കിൽ ഇപ്പൊ ഇതുമില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സാറുമാർക്കെല്ലാം അവരൊക്കെ കാണുന്നുണ്ട്. മ്യൂസിക് പഠിക്കാതെ എനിക്ക് മ്യൂസിക് കോളേജ് മെമ്മറിയെക്കാട്ടിയും കൂടുതൽ എനിക്ക് മ്യൂസിക്കിന്റെ മെമ്മറി എനിക്ക് എപ്പോഴും വരുന്നത് എൻ്റെ കുറച്ച് കൊല്ലത്ത് എന്നെ പേഴ്സണലി പഠിപ്പിച്ച സാർമാരുണ്ട്. കൊല്ലം സജികുമാർ സാർ, പിന്നെ എൻ്റെ അച്ഛൻ, പിന്നെ മെയിൻ അത് കഴിഞ്ഞിട്ട് പ്രദീപ് സാറ്, ബാലഭവനിൽ പഠിച്ച കാര്യങ്ങൾ, ഏറ്റവും ബേസിക്സ് കാര്യങ്ങൾ. അങ്ങനെ തഴമ്പ് വന്നതാ. അങ്ങനെ തഴമ്പ് വന്ന് എന്തെങ്കിലും വരട്ടെ എന്ന് വെച്ചിട്ട് വായിക്കുന്ന ഒരു കോൺഫിഡൻസ് വരുമല്ലോ. ആ ഒരു സ്റ്റേജ് ഫിയർ എനിക്ക് അങ്ങ് മാറി കിട്ടിയതാണ്. അങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് മ്യൂസിക് കോളേജിലോട്ട് വന്ന് പിന്നെ എവിടെ നിന്ന് എന്ത് കേട്ടാലും ഞാൻ അങ്ങ് അഡാപ്റ്റ് ചെയ്യാൻ നോക്കും. അത് കൊള്ളാലോ, അത് വായിച്ചു നോക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ സ്റ്റേജിൽ പെട്ടെന്ന് കയറി വായിക്കാനുള്ള ഒരു ഇതില്ല. പക്ഷെ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാലും കർണാട്ടിക്കാണ് ഉള്ളിലെങ്കിലും ആ ഒരു ചായവ് വരാതെ അതെങ്ങനെയെങ്കിലും നമുക്ക് വായിക്കാൻ ശ്രമിക്കും. അത് അങ്ങനെയാണ് കുറച്ച് ബിൽഡ് ചെയ്ത് വന്നത്. കുറച്ച് കർണാട്ടിക്ക് മാറിപ്പോയി പക്ഷെ അത് വരരുതല്ലോ, അങ്ങനത്തെ ഇതിന് ഒരു ടേസ്റ്റ് വരരുത്. അതുകൊണ്ട് മാറ്റി എടുത്തപ്പോഴത്തേക്ക് അത് കുറച്ച് സൈഡായിപ്പോയി. കച്ചേരി അങ്ങനത്തെ എൻ്റെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, കച്ചേരി ചെയ്തുകൊണ്ട് അത് കുറച്ചങ്ങ് മാറിപ്പോയി. പിന്നെ ഇങ്ങനെ ആയിപ്പോയി. ഇനി ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ചെയ്യും. ബാലിച്ചേട്ടനെ പറ്റി ഇപ്പം ഞാൻ വിശാലമൊക്കെ ആയിട്ട് എപ്പോഴും സംസാരിക്കുന്ന സമയത്ത് പറയുന്നതാണ്, ബാലിച്ചേട്ടൻ്റെ പ്ലേയിങ്, ബാലിച്ചേട്ടൻ ആ ബോ എടുത്ത് സ്ട്രിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് കേട്ടിരുന്ന് പോകുന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ തിക്നെസ് കൊണ്ടാണോ എന്നാന്ന് അറിയത്തില്ല. പക്ഷെ ശരിക്കും വിശാലിന്റെ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചാൽ ബാലിച്ചേട്ടൻ്റെ പേരാ പറയുന്നത്. അപ്പോൾ അത്ര ബാലിച്ചേട്ടൻ്റെ പ്ലേയിങ്ങിന് അത്രയ്ക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം ഒരു പക്ഷെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇത്രയും സ്ട്രോങ് ബേസിലൂടെ പഠിച്ചു വന്നതിൻ്റെ ഒരു ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക്
ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ. കാരണം നോർമലി ആരും അത്രയും പേഷ്യൻസ് കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈ ഫീൽഡിലോട്ട് വരുന്നവർക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർ ആവുക, എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെ ബേസ് ഉറപ്പിച്ചാൽ നമുക്ക് ഈ അസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളോടും പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു സ്റ്റാർ എന്ന അങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സംഭവത്തിൽ എത്താൻ വേണ്ടിയിട്ടല്ല ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, എനിക്കൊരു വിരുവിരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് മാക്സിമം ഇരിക്കാൻ നോക്കി. എനിക്കത് കിട്ടിയില്ലേ പിന്നെ ഭയങ്കര പാടാ. മടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കത്തുമില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാൻ ഇപ്പോൾ വയലിനാണെങ്കിൽ പോലും എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് ജാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിച്ചൊക്കെ പഠിക്കും ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ. ഞാനും ജസ്റ്റിനും എല്ലാവരുമായിട്ടൊക്കെ ഇരുന്നിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കൂടുതൽ അവന് പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്കെന്താ കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽത്തി കോമ്പറ്റീഷനിൽ പോയി ആണ് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ എത്തിയത്. നമുക്ക് എല്ലാത്തിലും ഒരു ഇരുത്തം വരിക എന്ന് പറയണ്ടേ, ആ ഇരുത്തം ആ ഒരു പീരീഡിലായിരുന്നു. ഫ്രണ്ട്സുമായിട്ടും പിന്നെ ഒബ്വിയസ്ലി സാറന്മാർ തന്ന കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ. റീസെന്റ് നമ്മൾ ബാലിച്ചേട്ടനെ ഒരു ചാനലിൽ കണ്ടായിരുന്നു, അമൃത TV-യിൽ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊന്ന് പാടിയതും പ്ലേ ചെയ്തതും സെയിം സോങ് തന്നെയായിരുന്നു അല്ലേ? അത് അബദ്ധം പറ്റിപ്പോയി. അത് അവിടെ ചെന്നപ്പോ ഞാൻ തലേ ദിവസം ചെന്നായിരുന്നു. അപ്പോ ഞാൻ ഉദ്ദേശിച്ചതല്ല അവിടെ ചെയ്യാൻ പറ്റിയത്. തലേ ദിവസം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞത് ദേവരായ മാസ്റ്റർ റൗണ്ട് ആണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആണ് ഒരു സ്ലോട്ട് വന്നേക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ സാറിൻ്റെ എന്തെങ്കിലും ദേവരായ മാസ്റ്റർ സാറിൻ്റെ എന്തെങ്കിലും ഒരു മാഷപ്പോ കുറച്ച് സോങ്സ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സാറിൻ്റെ പാട്ടുകൾ കേട്ടിട്ടേ ഉള്ളൂ, ഒന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചേട്ടന്മാരൊക്കെ ഓർക്കസ്ട്ര ചേട്ടന്മാർ പാച്ചു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ വഴിയാണ് എനിക്ക് അതിനകത്തൊരു സ്ലോട്ട് കിട്ടിയത്. അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ കുറച്ച് സോങ്സ് ഒക്കെ സജസ്റ്റ് ചെയ്ത് തന്നായിരുന്നു. ഞാൻ എൻ്റെ ആയിട്ടുള്ള കുറച്ച് കേട്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്തു. അവർ സത്യം പറഞ്ഞാൽ അവരും ചെക്ക് ചെയ്തില്ല, ഞാനും ചെക്ക് ചെയ്തില്ല. അതിനകത്ത് ഒരു സോങ് ദക്ഷിണാമൂർത്തി ചെയ്ത സോങ്ങാണ്. ആ സോങ്ങാണ് ഞാൻ പാടിയതും, ചന്ദനത്തിൽ എന്ന് പറഞ്ഞിട്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ജഡ്ജസ് ഷെർസാറൊക്കെ പോയതിന് ശേഷമാണ് അയ്യോ ഇത് ഇങ്ങനെയല്ലേ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഓൾറെഡി ഓഡിയോ എടുത്തു, ഞാൻ സംസാരിക്കുന്ന വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ എടുത്തു, അത് തമ്മിൽ സിങ്ക് ഉണ്ട്, അത് കട്ട് ചെയ്ത് കളയാതില്ല. പിന്നെ അത് അങ്ങനെ അങ്ങ് ഇട്ടതാണ്. എനിക്ക് ആ പാടാൻ പറയുന്ന ഒരു പാട്ടാണ്. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. നമുക്കൊരു എന്താ പറയുക, ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റി. അല്ല അടിപൊളിയായിട്ട് വയലിൻ വായിക്കുന്നു, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാനും കൂടെ പറ്റുകയെന്ന് പറഞ്ഞാൽ അതങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു ടാലന്റ് അല്ല. പാട്ടുണ്ടാകണ്ട വയലിൻ. പാട്ടിലെ കുറച്ച് അത് നമുക്ക് തെറ്റ് വായിച്ചാലോ കേട്ടാലോ അപ്പൊ പിടികിട്ടുമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ അധികം സമയം വേണ്ടല്ലോ. അത്രേ ഉള്ളൂ. പാട്ട് ആദ്യം പഠിച്ചിട്ടുണ്ടായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ട് അതിന് ലാഗില്ല, ടൈം എടുക്കത്തില്ല. ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ടൈം എടുക്കത്തില്ല. അപ്പോഴേ മാറിപ്പോക്കോളൂ. പിന്നെ അടുത്ത നോക്കിയാൽ മതി. ആ സംഭവം എപ്പോൾ ക്ലിയർ ആകുന്നോ അതുവരെ പ്രാക്ടീസ് ചെയ്യും. നമുക്ക് അറിയാം എവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ആ മിസ്റ്റേക്ക് ക്ലിയർ ആവുന്നവരെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാ പാട്ടിൻ്റെ പൈസ. ഓക്കെ, ഇത് കേൾക്കുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നമുക്കും ലൈഫിൽ ഒത്തിരി ഒരു മ്യൂസിക്കൽ ലൈഫിൽ ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബാലിച്ചേട്ടൻ പറയുന്നത്. ബാലിച്ചേട്ടൻ തന്നെ ജനറലി വയലിനൊക്കെ പഠിച്ച് തുടങ്ങുന്ന കുട്ടികളോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? മീൻസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ല എന്തിലാണോ ഒരു ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങളെ പഠിപ്പിച്ച സാർമാരെ പറഞ്ഞു തന്നത് പോലെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം എനിക്ക് സാർമാർ പറഞ്ഞു തന്നത് അവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴാണ് അവർക്ക് അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് വെച്ചിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് ഫോളോ ചെയ്ത് പോകുന്നതിന് സത്യം പറഞ്ഞാൽ താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് അവർ അങ്ങനെയാണ്, സാർമാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അവർ ടീച്ചേഴ്സും കൂടാണ്. പെർഫോം ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവർ ടീച്ചേഴ്സാണ്. ഞാൻ പെർഫോമറാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു കുട്ടി വന്നാൽ തന്നെ ഞാൻ പഠിച്ചതായിരിക്കത്തില്ല പഠിപ്പിക്കുന്നത്. ആ കുട്ടിക്ക് എന്താണോ ആ സമയത്ത് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള നമ്മൾ തന്നെ കുറച്ച് ലെസൺസ് ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പഠിച്ചൊരു ബേസിക് പോലും ഇല്ലാതെ ഇലക്ട്രിക് വയലിനൊക്കെ എടുത്ത് ഈ പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന പിള്ളേരോട് പറയാനുള്ളത് കുറച്ച് നാളത്തേക്ക് നടക്കൂ, അത്രേ ഉള്ളൂ. വേറൊന്നും പറയാൻ, അത് വിഷമത്തോടുകൂടി പറയുന്നതാണ്. ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞൊരു നമ്മൾ ആ ബേസ് ഉണ്ടാക്കി ഇട്ടില്ല എങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇലക്ട്രിക് വയലിനല്ല,
ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇലക്ട്രിക് വയലിൻ വെച്ച് തന്നെ വേണം എടുത്ത് വെച്ച് പഠിക്കുക. അക്കോസ്റ്റിക് വയലിൻ വെച്ച് പഠിക്കണ ഒരു നിർബന്ധമില്ല. ആ സംഭവം കിട്ടിയത് അക്കോസ്റ്റിക് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡൈനാമിക്സ്, നമുക്ക് ഇമോഷൻ, അതിനകത്ത് കൊടുക്കേണ്ട എക്സ്പ്രഷനും കാര്യങ്ങളും, അതിൻ്റെ വെലോസിറ്റി, ഗെയിൻ വെലോസിറ്റി എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ കൺട്രോൾ ചെയ്യാനും നമുക്ക് മനസ്സിലാക്കാനൊക്കെ അക്കോസ്റ്റിക് ആണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെ വെച്ച് പഠിക്കുക എന്നുള്ള, ഇലക്ട്രിക് ഒക്കെ എടുത്ത് വെച്ച് പ്രോഗ്രാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് വായിക്കാൻ പറ്റുന്ന നാല് കാലിൽ വീഴാന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു കോൺഫിഡൻസ്, ഒരു ഇരുത്തം, ഒരു ഫ്ലെക്സിബിലിറ്റി എത്തിയോ എന്ന് ഒരു സെൽഫ് ഡയഗ്നോസിസ് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക, അതുവരെ കാത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് പഠിച്ചുകൊണ്ടിരിക്കും. ബേസിക് പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തെറ്റുകളാണ്. നമുക്ക് ക്ലിയർ ചെയ്യാനുള്ളൊരു ചിന്ത വന്നില്ല എങ്കിൽ എല്ലാം പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതെല്ലാം അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. കുറച്ച് വേറെ നമുക്ക് തെറ്റ് എവിടെയാണോ പറ്റിയതെന്ന് മനസ്സിലാക്കാൻ ഒരു ടൈം എടുക്കും. ആ ഒരു ടൈം വരെ ബേസിക് പ്രാക്ടീസ് ചെയ്യാം. ആ ഒരു പേഷ്യൻസ് ആണ് നമ്മൾ എല്ലാവരും, വയലിൻ മാത്രമല്ല ഏത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരാണെങ്കിലും, ഇവൻ വോക്കൽ, ഏത് കാര്യത്തിലും, അതെ എന്ത് സ്കില്ലാണെങ്കിലും പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്നൊരു ഓവർ ദ നൈറ്റ് സക്സസ് ഒക്കെ പ്രതീക്ഷിച്ച് അല്ലേ, പേഷ്യൻസും വേണം, അതിനകത്ത് ഒരു ക്യൂരിയസ്നെസ് വേണം. അതെ, പേഷ്യൻസ് ഇല്ലേലും കുഴപ്പമില്ല. എനിക്ക് പേഷ്യൻസ് ഒട്ടും ഇല്ലാത്ത ആളാണ് ഞാൻ. പണ്ട് പ്രാക്ടീസ് ഞാൻ കുറച്ച് പറഞ്ഞില്ല, അടിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാണ്. അല്ലാതെ ഞാൻ മറ്റേ കുറച്ച് വിരുവിരിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ പിടിച്ചു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എന്ത് കാര്യമാണെങ്കിലും എനിക്ക് ഒരു കാര്യം, ഒരു സംഭവം കണ്ടിട്ട് ഞാൻ എക്സൈറ്റ് ആയി, അതേ കാര്യം ഞാൻ രണ്ടാമത് കണ്ടാലും ഞാൻ പിന്നെയും എക്സൈറ്റ് ആവും, എനിക്ക് പിന്നെയും ക്യൂരിയസ് ആവും എന്ന് പറയുന്നതാണ്. നമുക്ക് ആ മടുപ്പില്ല, ആ മടുപ്പ് പറയും. ഞാൻ ഇപ്പോൾ വയലിൻ പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണെങ്കിൽ 10 മണിക്കൂറൊന്നും ഇരിക്കത്തില്ല, ചിലപ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ആയിരിക്കും. എന്നിട്ട് വയലിനോട് വെച്ചേക്കും, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വയലിനോട് ഇരിക്കുന്നതാണ്, പിന്നെ എടുത്ത് വെച്ചേക്കും. അതാണ് എൻ്റെ പ്രാക്ടീസ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് എനിക്ക് ബോറടിക്കും, മടുക്കും. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണം. ഇപ്പം ഇവൻ ബാലിച്ചേട്ടൻ്റെ ബാൻഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതിനകത്തോട്ടൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ ഒരാഴ്ച ഒരു കഷ്ടപ്പാട് എടുത്തായിരുന്നു. അത് എനിക്ക് ഈ കേട്ട് പഠിക്കുക, പഠിച്ച് വായിക്കുക എന്നൊക്കെയുള്ള സംഭവം എനിക്ക് പറ്റാത്ത കാര്യമാണ്. എനിക്ക് കേട്ട് രജിസ്റ്റർ ആവുക, എന്നിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അത് എൻ്റേതായിട്ട് പുറത്തു വിടുക എന്നുള്ള പരിപാടിയാണ് എനിക്ക് താല്പര്യം. ഞാൻ ചെയ്തു പോകുന്നത്. ഇങ്ങനെ ഒരു ചലഞ്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി പാളിപ്പോയി. അപ്പോൾ ഒന്ന് ഇരുന്ന് ഇത്ര മണിക്കൂർ ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കോമ്പോസിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇപ്പം നോർമലി ഇപ്പം നമ്മളെത്ര ഇരുത്തമെന്ന് പറഞ്ഞാലും വേറെ ആൾ ചെയ്തു വെച്ചേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് കേട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് അത് നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ട് എനിക്ക് ആ ഒരു ചലഞ്ച് വന്നു. ഞാൻ അതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല, ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല. ഒരാഴ്ച ഞാൻ എല്ലാ ദിവസവും ഫുൾ 24/7 എന്ന് പറയത്തില്ലേ, അങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ നടന്നു എനിക്ക് ഭയങ്കര ചലഞ്ച് ആയിരിക്കുമല്ലോ. കാരണം ഇത്രയും എന്താ പറഞ്ഞ ലോകം വേൾഡ് ഫേമസ് തന്നെയാണല്ലോ ബാലിച്ചേട്ടൻ. അപ്പം അങ്ങനെയുള്ള ആളുടെ പകരം ഒരു ബാൻഡിൽ വരുമ്പോൾ ആളുകൾ കമ്പയർ ചെയ്യുമോ, അങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കമ്പയർ ചെയ്യാന്നല്ലേ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. അത് പിന്നത്തെ കാര്യം. ഒന്നാമത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയ ഇതോടെ ആയതുകൊണ്ട് ആളുകൾ എന്തെങ്കിലും കിട്ടിയാൽ, അല്ലെങ്കിൽ ഇത് അത്രയും വന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, കമന്റ് വരാനൊക്കെ ഉള്ളു. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാ ചേട്ടാ ഫേസ് ചെയ്തേ? ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ അത്. ഉത്തരവാദിത്തം, അതെ ഉത്തരവാദിത്തമാണ്. പക്ഷെ എനിക്ക് അതിനെക്കാട്ടിയും കൂടുതൽ എനിക്കിതൊരു ചാൻസ് എനിക്ക് കിട്ടിയല്ലോ, അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. എനിക്ക് റിഗ്രറ്റും ഉണ്ടായിരുന്നു, കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയ കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈവാണ്, പക്ഷെ അത് ലൈവാണ്, ഞാൻ അങ്ങനെ അങ്ങ് വിട്ടു. ആദ്യമായിട്ടല്ലേ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്തായിട്ട് എനിക്ക് വേറെ റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. അടിപൊളിയായിരുന്നു. ഇത്രയും അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നൊരു കോമ്പോസിഷനെ എനിക്ക് ഞാൻ ഇത്രയും ചെയ്തല്ലോ ഫസ്റ്റ് സ്റ്റേജിൽ, അതിൻ്റെതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ക്ലിയർ ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലിയർ ചെയ്ത് കുറേയൊക്കെ ബെറ്ററായി വന്നായിരുന്നു. അതൊക്കെ എൻ്റെ പേഴ്സണലി എനിക്ക് വയലിൻ വായിക്കുന്നതിനകത്ത് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളിലൊന്നാണ് ബാലിച്ചേട്ടൻ്റെ കോമ്പോസിഷൻസ് പഠിക്കുന്നതും പഠിച്ചതൊക്കെ. എനിക്ക് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. എൻ്റെ പ്ലേയിങ്ങിൽ, എൻ്റെ ഫിംഗറിങ്ങിലൊക്കെ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാൻ ആ കോമ്പോസിഷൻസ് ഗുണം ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. ബാലിച്ചേട്ടൻ്റെ ബിഗിൻ വിത്ത് സൂര്യയൊക്കെ ചേട്ടൻ അടിപൊളിയായിട്ട് വായിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ബാലിച്ചേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മിസ് ചെയ്യുന്നില്ല, നിങ്ങളെപ്പോലെയുള്ള മ്യൂസിഷ്യൻസ് ഉള്ളതുകൊണ്ട്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യമാണ് ഈ ബാലു എന്നുള്ള പേര്. കേരളത്തിൽ എത്ര വയലിനിസ്റ്റുകളുണ്ട് ഈ ബാലു എന്നുള്ള പേരിൽ? ഇപ്പോൾ ബാലഭാസ്കർ ഒരു ബാലുവാണ്, ചേട്ടൻ ഒരു ബാലുവാണ്, എനിക്ക് ഒരു ബാലു ചേട്ടനെ അറിയാം. അങ്ങനെ
ഒരുപാട് ബാലു എന്നുള്ള പേര് അതൊരു കോയിൻസിഡൻസ് ആണോ? എങ്ങനെയാണ് നല്ല വയലിനിസ്റ്റുകളുടെ എല്ലാം പേര് ഈ ബാലു എന്ന് വരുന്നത് എങ്ങനെയാണ്? അതിപ്പോ എല്ലാ സ്കൂളിലും ചെന്നിട്ട് അസംബ്ലി നടക്കത്തില്ലേ, അപ്പൊ മേളത്തെ ഏതെങ്കിലും നില കയറിയിട്ട് ഒരു കല്ലെടുത്തിട്ട് നോക്കി അതൊരു ബാലുവിന്റെ നിലയിലായിരിക്കും. മനസ്സിലായി, ഇപ്പൊ അത്രയും ബാലു ഉണ്ട്. അതിന്റെ കൂടെ വയലിനിസ്റ്റ് കൂടെ ആണെങ്കിൽ കുറെ വയലിനിസ്റ്റ് ഉണ്ട്. എനിക്ക് കറക്റ്റ് കൈരണ്ടാരുടെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ബാലു. എന്നിട്ട് എന്നെ പഠിപ്പിച്ച എന്റെ സാറിന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചു, അതൊരു ബാലു എന്ന് പറഞ്ഞു. അത് ബാലഗോപാൽ എന്നാണ് ഫുൾ നെയിം. എന്റെ തന്നെ കൊല്ലത്ത്. അങ്ങനെ കുറെ ബാലുവിനെ എനിക്കറിയാം. ഞാൻ വിശാലോട്ടൊക്കെ സംസാരിക്കുമ്പോൾ മിക്കവാറും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് കറക്റ്റ് ഈ ബാലു എന്നുള്ള പേര് കൃത്യമായിട്ട് ഈ വയലിനിസ്റ്റുകൾക്ക് അങ്ങനെ വരുന്നത്. ആക്ച്വലി എന്റെ പേര് സത്യം പറഞ്ഞാല് എനിക്ക് അറിഞ്ഞൂടാ എപ്പോഴാണ് എനിക്ക് ബാലു നിട്ടത് എനിക്ക് ഓർമ്മയില്ല. എന്റെ ചേട്ടന്റെ പേര് നന്ദഗോപാൽ എന്നാണ്, നന്ദു എന്ന് വിളിക്കും. ആ സമയത്ത് എന്നെ ചന്തു എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, നന്ദും ചന്തു. ചിലപ്പോ ചന്ദഗോപാൽ പറ്റാത്തോണ്ടായ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ബാലഗോപാൽ ഇച്ചിവിടെ മാച്ചിങ് ആയിട്ട് എന്തായാലും ഗോപാൽ ചേർത്ത് വിളിക്കണമല്ലോ. അതുകൊണ്ട് ബാലഗോപാൽ ഇട്ട് ബാലു ആയതാന്ന് തോന്നുന്നു. കോയിൻസിഡൻസിൽ ഞാൻ കുറെ അങ്ങനെ എനിക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്, ഒത്തിരി തോന്നിയിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ വേൾഡ് വയലിൻ ഡേ എന്നാണ് എന്റെ ബർത്ത്ഡേ. അത് എനിക്കറിഞ്ഞൂടാ. അതൊരു ഭയങ്കര സംഭവം അല്ലേ? December 13th ആണ് അന്ന്. പക്ഷെ ഞാൻ അറിയുന്ന ഒരു 4-5 വർഷം മുമ്പാട്ടോ. എന്റെ ബർത്ത്ഡേക്ക് ആരോ, എനിക്ക് ഓർമ്മയില്ല ആരാണെന്ന്, ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് സ്റ്റോറി ഇട്ട് വിഷ് ചെയ്തിട്ട് വേൾഡ് വയലിൻ ഡേക്ക് പിറന്ന ബാലുവിന് ആശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി കണ്ടപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് ഇന്നാണോ. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അച്ഛന് പണ്ടേ അറിയായിരുന്നു. രണ്ടുപേരും മ്യൂസിഷ്യൻസ് ആക്കാം. ചേട്ടനും അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. പിന്നെ ചേട്ടൻ വേറെ ജോലിയുണ്ട്, ബാങ്കിൽ വർക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും, അമ്മ നല്ല ഫുഡ് ഒക്കെ ഉണ്ടാക്കി തരും. അമ്മ മ്യൂസിക് ആയിട്ട് അങ്ങനെ ഞങ്ങളെ എൻകറേജ് ചെയ്യുന്ന അല്ല വേറെ പരിപാടിയൊന്നുമില്ല. അച്ഛൻ, ഞാൻ, ചേട്ടൻ ഒരു മ്യൂസിക് ഫാമിലി എന്ന് പറയാൻ. ഇപ്പൊ പുറത്തുനിന്ന് ഒരാള് കലാക്ഷേത്രം, വീട്ടുപേര് കലാക്ഷേത്രമാണ്. അപ്പൊ മ്യൂസിക് അതല്ലേ മ്യൂസിക് ഒക്കെ ചെയ്യുന്ന അറിയുമ്പോ ഒരു മ്യൂസിക് ഫാമിലി എന്നുള്ള ഒരു സംഭവം. ഞങ്ങളുടെ മ്യൂസിക് ഫാമിലി ആയതുകൊണ്ട് ഒരു മ്യൂസിക് കരിയർ ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എതിർപ്പുകളോ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. ഒട്ടും ചാൻസ് ഇല്ല. എതിർപ്പുകള് പഠിക്കരുതെന്ന് ആണ് എതിർപ്പ്. വേറെ എന്തെങ്കിലും കോഴ്സൊക്കെ എടുത്ത് പഠിക്കുന്നൊക്കെ അങ്ങനത്തെ രീതിയിലുള്ള ബന്ധുക്കളുടെ അടുത്ത് നിന്നും അയൽക്കാരെന്ന് മീൻസ് തൊട്ടടുത്ത് ബന്ധുക്കളൊക്കെ തന്നെയാണ്. അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ആ സമയത്ത് കുറച്ചുകൂടെ ചലഞ്ചസ് ആണ്. ഇപ്പോഴത്തെ കണക്ക് നമുക്ക് അത്രയ്ക്ക് ഫ്രീഡം ഇല്ല. ആ സമയത്ത് നമ്മൾ കുറച്ച് നാട്ടിൻപുറ ഏരിയ ആണ്. അവരുടെ ചോയ്സും കൂടെ കേൾക്കേണ്ടി വരും എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കേണ്ടി വരും എന്നുള്ളൊരു സ്ഥിതി ആയിരുന്നു. പിന്നെ അന്ന് 2 കൽപ്പിച്ചങ്ങ് എടുത്ത് എനിക്ക് നാട് വിട്ടു പോകണം. അങ്ങനെ മ്യൂസിക് കോളേജിലോട്ടൊക്കെ പോയതാണ്. പക്ക മ്യൂസിക് ഒക്കെ എടുത്തങ്ങ് പോയതാണ്. ഗ്രേറ്റ്.